BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് നദ്ദ, JP നദ്ദ, അദ്ദേഹത്തിന് വിദൂരമായൊരു നമസ്കാരം. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? നമ്മുടെ ചെമ്പുകോഴി പറഞ്ഞില്ലേ, അവിടെ ഒരു പെട്ടിക്കകത്ത് വെച്ചിരിക്കുക എയിംസ്. ഞാൻ അങ്ങോട്ട് പോകേണ്ട സമയം, അവിടെ എത്തിപ്പെടേണ്ട സമയമുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു എയിംസ്. എന്നിട്ട് ഇവിടെ 200 ഏക്കർ സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിപ്പ് കുറേ കാലമായി തുടങ്ങിയിട്ട്. ഇപ്പം JP നദ്ദ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ ഒരു സാധനം പരിഗണനയില്ല എന്ന്. അവന് കാത്തിരിക്കണ്ടല്ലോ. അപ്പം അദ്ദേഹത്തോട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു വെച്ചതിന് അങ്ങോട്ട് നന്ദി പറയണ്ടേ, അങ്ങേർക്കൊരു നമസ്കാരം കൊടുക്കണ്ടേ? അതാണ് കൊടുത്തത്, വിദൂരമായൊരു നമസ്കാരം. നன்றി നன்றി നன்றി. ആർക്ക്? JP നദ്ദയ്ക്ക്. എന്തിനു വേണ്ടിയിട്ടറിയോ? ഇനി ഇവിടെ വായിൽ വിരലിട്ടിട്ട് കോലുമിട്ടായും ചപ്പി ഇരിക്കണ്ടല്ലോ. ഈ ചെമ്പുകോഴിയുടെ വർത്തമാനവും കേട്ടിട്ട് എയിംസ് വരൂല്ല, ഉറപ്പായി. നമസ്കാരം. നമ്മുടെ പവനായിയുടെ കഥ അറിയാലോ. അതിൽ പറയില്ലേ, പവനായി അമ്പ് വേണോ, വില്ല് വേണോ, കത്തി വേണോ, തോക്ക് വേണോ, കടാര വേണോ, അതോ പഴയ കുന്തം വേണോ, ഏത് രൂപത്തിലാണ്? അങ്ങനെ മറ്റേ ഒരു പ്രൊഫഷണൽ കില്ലറായിരുന്നല്ലോ. അവസാനം എന്താണ്ടായത്? പവനായി അവസാനം പവനായി ശവമായി. അത് വളരെ മനോഹരമായിട്ട് തിലകൻ നടൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. പവനായി ശവമായി എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു തിലകനാണല്ലോ, ഞാൻ തിലകനല്ലല്ലോ. അതുപോലെ തൃശ്ശൂർ ഇലക്ഷൻ വന്നപ്പോൾ ചില എയിംസ് ഉണ്ടായിരുന്നു. അതിൽ പകുതി നേടി. ആരുടെ? ഈ ചെമ്പുകോഴിയുടെ എയിംസൊക്കെ നേടി. അതിനെ പിടിച്ച് MP ആയിട്ട് അയച്ചു. അയാളുടെ എയിംസ് നേടി. വേറൊരു എയിംസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ എയിംസിൻ്റെ കാര്യം എന്നാലും തമ്പുരാൻ്റെ നടി കിട്ടിയതല്ലേ. എൻ്റെ വോട്ട് ചെയ്തവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. സുരേഷ് ഗോപി ഏറ്റിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ എയിംസ് അത് വളരെ വ്യക്തമായിട്ട് ഇതവിടുത്തെ ഒരു അടിച്ചുതളി മന്ത്രിയാണല്ലോ. പക്ഷെ അവിടെ അതിനൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നരേന്ദ്രമോദി ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമിത്ഷാ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നദ്ദ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർക്ക് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി വലുതാണ് കേട്ടോ. അതിൽ ആ നദ്ദ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇവൻ പറഞ്ഞ ഈ എയിംസും ഒന്നും കണക്കിലെടുക്കണ്ട, അതും കാത്തിരിക്കണ്ട. കേരള സർക്കാരിനോട് മോദി സർക്കാരിന് അവഗണനയൊന്നുമില്ല. പക്ഷേ പകയമ്പുറത്ത് ചോറ് കിട്ടില്ല, അടുക്കളപ്പുറത്തേ കിട്ടുള്ളൂ. അത് മണ്ണിൽ കുണ്ട് കുഴിച്ചിട്ട് അവിടെ ഇലയിട്ടോളാൻ പറയും. അവിടെ വീഴില്ല, അത് ഇട്ടോളാൻ പറയും. അതിനകത്ത് നിന്ന് കഞ്ഞി പകരും. അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കണം 15 അടി. തമ്പുരാൻ വന്ന് കഞ്ഞി പാത്തുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കണം. എല്ലാവർക്കും ആഹാരം കൊടുക്കണ്ട. പക്ഷേ വെള്ളശ്ശേരിക്ക് തടുക്കിട്ടിട്ടാണ് കൊടുക്കുന്നത്, കേരളീയർക്ക് കുണ്ടു കുഴിച്ചിട്ട് അതിനകത്താണ് കൊടുക്കുന്നത്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കേരളത്തിനോട് മോദി സർക്കാരിന് യാതൊരു അവഗണനയുമില്ല. കേരളത്തിന് എയിംസ് ഇപ്പം കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഇപ്പം പിന്നെ പറയണു സ്ഥലം പോരാന്ന്. കേരളത്തിൽ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പകുതി സ്ഥലമുള്ള സ്ഥലങ്ങൾ എൻ്റെ കണക്കെൻ്റെ ഇപ്പം ഇല്ല. പകുതി സ്ഥലമുള്ള സ്ഥലത്തോടെ എയിംസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്. തലയെണ്ണി വിദ്യാഭ്യാസം നോക്കുമ്പോൾ അവിടെ 100 പേർക്ക് വിദ്യാഭ്യാസമാണ്. അതേസമയത്ത് ബീഹാറിലേക്ക് പോയി ഇന്നും ബഗൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, മനുഷ്യന്മാരെ തിന്നുന്ന ആൾക്കാർ, കാനിബാൾസ്. ഒറീസയിൽ കയ്യും കണക്കെന്നാൽ നമ്മളുടെ പോപ്പുലേഷനകത്ത് പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ റോട്ടിൽ കിടന്നുറങ്ങണം. ഇവിടെ അങ്ങനെ വല്ലവരും ഉണ്ടോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വാരി വലിച്ചാണ് എയിംസ് കൊടുക്കുന്നത്. അതേസമയത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിന് എയിംസ്
ഇടയ്ക്കിടയ്ക്ക് അവരെ കീഴ്ശ്വാസം വിടും. എയിംസ് തരാം, എയിംസ് തരാം. ഈ മഴക്കാലത്ത് പാടത്തുനിന്നൊരു ശബ്ദം വരും, ത്രാം ത്രാം ത്രാം. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, പണ്ടങ്ങനെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. തവളയുടെ ശബ്ദം ത്രാം ത്രാം. അണ്ട് ഈ ചെമ്പോഴിയും പറഞ്ഞു തറാം തറാം തറാം. അവർ വോട്ട് ചെയ്ത് പറഞ്ഞു ഇപ്പം കിട്ടും അപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും. എന്തായി അവസാനം? നദ്ദ വന്ന് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു, ഒരു നടുവിൽ നമസ്കാരം നൽകിയ തന്നെ. കേരളത്തെ പരിപൂർണമായിട്ട് അവഗണിക്കുന്ന ഒരു രീതിയാണ്. കാരണം ഇപ്പോൾ മറ്റേ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയി, അവരെ ജയിപ്പിച്ച മുസ്ലിങ്ങളാണ്. അപ്പോഴും കുത്തവിടേക്കാണ്. അവർ മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, മുസ്ലിം MP ആണ്, അപ്പോഴും അവിടേക്കാ കുത്ത്. ഡിപ്രഷനാണ് അവർക്ക്. ഇവിടെ കെട്ടിവെച്ച പണവും മറ്റേ സാധനത്തിന് കെട്ടിവെച്ച പണവും അതിൻ്റെ പേരറിയാത്തോണ്ടെങ്കിൽ മറ്റേ സാധനം എന്ന് പറയുന്നത്. ഇവർക്കെതിരെ മത്സരിച്ച BJPയുടെ ആ പെണ്ണ്, അവരങ്ങനെയാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു മറ്റേ കുട്ടിയുടെ പേരെന്താ? ആ പെണ്ണിൻ്റെ അല്ലേ? ആ പേരെന്നറിയില്ല. CPIയുടെ ഒരാൾ മത്സരിച്ചു, അയാളുടെ പേരെന്ന് ചോദിച്ചപ്പോൾ അയാൾ വത്സന്ത് ഇല്ലങ്കേരിയാന്ന്. ഒരു മുഖേരി ഉണ്ട് അതിനകത്ത്, ഒരു രീ ഉണ്ട്, അത് ഏതാണെന്ന് അറിയില്ല. രീ വെച്ചോണ്ട് കലക്ക് കളിക്കും വത്സന്ത് ഇല്ലങ്കേരിയാണ്. അല്ല, വത്സന്ത് ഇല്ലങ്കേരി അറിയാതെ വത്സന്ത് ഇല്ലങ്കേരി ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറി വയനാട്ടിൽ. കേരളത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ഒരു രീതിയാണ്, കേരളത്തെ മാത്രമല്ല ദക്ഷിണേന്ത്യ മൊത്തമായിട്ട്. പക്ഷേ തമിഴ്നാട്ടുകാർ പറഞ്ഞു ഇവിടേക്ക് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഉതച്ചിരിക്കും, അത് താങ്കുമാട്ടെ, അത് താങ്ങ മുടിയാത് എന്ന് പറഞ്ഞു. അണ്ട് അവിടേക്ക് കുറച്ച് പേടിയുണ്ട്. കേരളത്തിൽ ആരും പേടിക്കാൻ? ഇവിടുത്തെ BJP തന്നെ അവർ കണക്കിലെടുത്തല്ലേ. ഇവിടെ അടിയും പല്ലും പൂരം ഈഴവനും നായരും തമ്മിൽ അടിയും കുത്തും വെട്ടുമൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്. അതന്നെ അവർ കണക്കിലെടുത്തു. കുറേയെങ്കിലും നോക്കി, പൈസയ്ക്ക് അയച്ചും കള്ളപ്പണം അയച്ചു നോക്കി, രക്ഷയില്ലാതെ മനസ്സിലായി. ഏതായാലും രാജ്യസഭയിൽ നടന്ന ചർച്ച, കേരളത്തിന് എയിംസ് അനുവദിക്കുമോ എന്ന് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ നൽകിയ ഉത്തരം സിമ്പിളായിരുന്നു. ഒരു 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 മുഖവരൊന്നുമില്ല. കേരളത്തിന് എയിംസ് അനുവദിക്കുമോ? നോ. നോന്ന് പറഞ്ഞു കേട്ട് മനസ്സിലായില്ലേ? അതാ കേരളത്തിൽ നിലവിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല, പരിഗണനയിൽ പോലില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഈ കൊക്കരക്കോ കിടന്ന്, ഈ ചെമ്പ് കോഴി കിടന്ന് ഇവിടെ കൊണ്ടിട്ട് കൊക്കരക്കോ വിളിച്ചിരുന്നത്? ആരെയാണ് കളിയാക്കിയിരുന്നത്? വേളാങ്കണ്ണിയിൽ നിന്ന് പുത്തമ്പള്ളി വരെ, തൃശ്ശൂർ പുത്തമ്പള്ളി വരെ മെട്രോ റെയിൽ, തുരങ്കപാത, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, അവിടെ സ്ഥലമില്ലാവുന്നത്. അപ്പുറത്തും സ്ഥലമില്ല ഇപ്പുറത്തും സ്ഥലമില്ല. പണ്ട് മറ്റേ ഇപ്പോൾ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കും ഏക്കർ കണക്കിന് സ്ഥലം എടുക്കുന്നത്. ഇവിടെ സ്ഥലം പോലില്ല. ഇത് പറച്ചിൽ അവസാനിക്കാൻ മാത്രം ഈ ചക്കന് എന്ത് ചെയ്യാൻ പറ്റും? ആരവിടെ അടിച്ചു തെളി മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ തീരുമാനമെടുക്കുന്ന ഉത്തരേന്ത്യക്കാരാ. അവിടെ പോയിട്ട് അടിമപ്പണി ചെയ്യാൻ മാത്രമല്ലേ പറ്റുള്ളൂ. ജോൺ ബ്രിട്ടാസ് ഒരു ചോദ്യം ചോദിച്ചു, നല്ല ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിച്ചു, പറ്റുമോ? മറുപടി പറഞ്ഞു പറ്റില്ല. ജോൺ ബ്രിട്ടാസ് അവിടെ ഇരുന്നു. അയാൾ ഇപ്പം എന്താ ചെയ്യുക? എയിംസ് ഇല്ലാത്ത പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൻ്റെ ക്വാളിഫിക്കേഷനില്ലായ്മ എന്താ? കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതാണ്. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കുമോ? അതാണ് ചോദ്യം. ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊരു എയിംസ് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു രൂപം, ഏതൊരു രൂപരേഖയെങ്കിലും കിട്ടുമോ? കാത്തിരിക്കാനുള്ളൊരു സാധ്യതയെങ്കിലും ഉണ്ടോ? അതറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത്. നോ 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 നെവർ എന്ന് മറുപടി പറഞ്ഞു. ഇതിനു മുമ്പും ജോൺ ബ്രിട്ടാസെ ചോദിച്ചിട്ടുണ്ട് എയിംസ് കിട്ടുമെന്ന്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ അനുവദിച്ച് ലാൻഡ്, അതിനും കുറച്ച് ലാൻഡിലോടത്തും കൊടുത്തിട്ടുണ്ട്. അതൊന്നും അവിടെ നിയമങ്ങളൊന്നും അവിടെ പ്രശ്നമല്ല. പക്ഷെ കേരളത്തിൻ്റെ കാര്യം വന്നപ്പോൾ ചെമ്പോഴി പറയാം സ്ഥലം വിട്ടു കൊടുക്ക്, സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പറയും സ്ഥലം വിട്ടു കൊടുക്ക്.
അയാളും അവിടെ അടിമപ്പെടുകയെ ചെയ്യുന്ന പാവം. അതിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചോദിക്കാനല്ലേ പറ്റുള്ളൂ. എല്ലായിടത്തും എയിംസ് സ്ഥാപിച്ചിട്ടും ആരോഗ്യ കാര്യങ്ങളിൽ നമ്മളാണ് എല്ലാ കാലഘട്ടത്തിലും മുമ്പിൽ നിൽക്കുന്നത്. അവിടെയാണ് ആദ്യമായിട്ട് എയിംസ് കൊണ്ടുവരേണ്ടത്. ആയുർവേദം ഏറ്റവും ശക്തമായിട്ട് പോകുന്ന കേരളത്തിലാണ്. അങ്ങനെയുള്ള കേരളത്തിന് എയിംസ് നൽകാത്ത എന്തുകൊണ്ടാണ്? അതിനൊന്നൊരു ഉത്തരവൊന്നുമില്ല. വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ തിരിച്ച് രണ്ട് വർത്തമാനം പറയാൻ കേരളത്തിൽ നേതാക്കന്മാരില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു എക്കണോമി പവർ അത് നമുക്ക് കേരളത്തിനില്ല. ഒരു സാമ്പത്തിക പവർ കേരളത്തിനില്ല. ആന്ധ്രാപ്രദേശിൻ്റെ പോലെയോ അതല്ലെങ്കിൽ ഇതിൻ്റെ പേര് തന്നെ തമിഴ്നാടിൻ്റെ പോലെയൊരു പവർ നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് അവർ ആഹാരം കഴിക്കുമ്പോൾ താഴേട്ട് എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ അതെടുത്ത് തിന്നാനുള്ള യോഗ്യതയെ നമുക്ക് അവർ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് സാരം. പിന്നെ അതിന് ചരണ്ടാനും അതിന് കഴുകി കൊടുക്കാനും ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അടിമകളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ചീഞ്ഞേപ്പിക്കാർ. അത് മതി അവർക്ക് എന്നർത്ഥം. കേരളത്തിന് ഏതായാലും എന്നെങ്കിലും ഒരിക്കൽ കിട്ടും. ആലോചിക്കുന്നുണ്ട്, പരിഗണനയിലുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ, അത്രയേ ഉള്ളൂ. ലോകഭാവം അവസാനിക്കില്ലല്ലോ. സൂര്യൻ അവസാനിച്ചാലേ ലോകം അവസാനിക്കുള്ളൂ. അതിനു മുമ്പ് എയിംസ് കിട്ടും. അതിനു മുമ്പ് ഒരു എയിംസ് കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മളുടെ ബുദ്ധഭിക്ഷുവിനോട് പോയിട്ട് ആ വേശ്യാസ്ത്രീ ചോദിച്ചു, സ്നേഹം അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു, വാസവദത്തയോ മറ്റോ. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, സമയമായില്ല പോലും അതാ പറഞ്ഞത്. ഇതുപോലെ ഇവിടെയും പറഞ്ഞത് എന്താ? കഴിഞ്ഞ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എയിംസ് കിട്ടുമോ? സമയമായില്ല പോലും. സമയമാകുമ്പോൾ കിട്ടും. കാലവും സമയവും സാഹചര്യം ഒത്തുവരുമ്പോൾ കിട്ടും. എപ്പോഴാ അതാണ് സ്ഥിതി. പരിഗണനയിലില്ല എന്നാണ് ഇപ്പോഴത്തെ ഉത്തരം. കാര്യം കഴിഞ്ഞില്ലേ? അപ്പം ഇനി ഇത് പരിഗണനയിൽ വരണം, പരിഗണനയ്ക്ക് ബലം കൂടണം, അത് മറ്റുള്ളവരെ അംഗീകരിക്കുന്നൊരു സാഹചര്യം ഉരുത്തിരിയണം. അപ്പോഴേക്കും എന്തായി മാറും? കൽപ്പാന്തകാലത്തോളം കാത്തിരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. 2014 അധികാരത്തിലെത്തിയതാണ് ഇപ്പോഴത്തെ സംഘപരിവാർ ഗ്രൂപ്പ്. എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് സ്ഥാപിക്കാൻ അന്ന് തീരുമാനമെടുത്തതാണ്. ഒരു വിധം സ്ഥലങ്ങളിലൊക്കെ ആയി. കേരളത്തിന് മാത്രമാണ്, കേരളത്തിനേക്കാൾ അവകാശം കുറഞ്ഞ ആൾക്കാർക്ക് പോലും കിട്ടി. നമ്മളെ കാര്യം ഇപ്പോഴും കോലുമിഠായി വായലിട്ട് EMP കണക്കിൽ മാത്രമായി മാറി. രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് പ്രഖ്യാപനം പോലും ഉണ്ടായിട്ടില്ല. കാത്തിരിക്കാനുള്ളൊരു സാധ്യത, അതിനൊരു സന്തോഷമായിട്ടൊരു കാര്യമല്ലേ? വിരുന്ന് വരും 10-ാം മാസത്തിൽ എന്ന് പറഞ്ഞ പോലെ കാത്തിരിക്കുക. അതിന് പോലുള്ള സാധ്യത തിരസ്കരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കിനാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 200 ഏക്കർ ഭൂമിയാണ് എയിംസിന് കൊടുത്തത്. അത് എയിംസിന് അനുയോജ്യമാണ് എന്നുള്ള നിലപാടും അവർ തന്നെ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കിനാലൂരടക്കം 4 സ്ഥലങ്ങൾ എയിംസ് സ്ഥാപിക്കാൻ വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ കേരളം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല, അതിൻ്റെ അപ്പൻ്റെ അപ്പം കൊടുത്താൽ അവർക്ക് താല്പര്യമില്ല. ഇവിടെ സ്ഥാപിക്കാൻ താല്പര്യമില്ല, കേരളത്തിലൊന്നും സ്ഥാപിക്കാൻ താല്പര്യമില്ല. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം ഒരു സാമന്ത രാജ്യമല്ല. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണത്. ഓരോ സംസ്ഥാനത്തിനും അധികാരങ്ങളുണ്ട്. കാരണം എന്താ? ടാക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ അധികാരമില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റാ. അവർക്ക് വല്ല സംസ്ഥാനമുണ്ടോ? അപ്പം എല്ലാ സംസ്ഥാനങ്ങളും തീരുമാനം കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കില്ല. പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അകം പുറന്നാക്കിയിരിക്കേണ്ടി വരില്ലേ? ക്യാൻറ്റീനിൽ ആഹാരം പോലും കിട്ടില്ല. പിന്നെ ഇന്ത്യ മൊത്തം ഞങ്ങളുടെയാ സംഘപരിവാർ, കേന്ദ്ര ഗവൺമെൻറ്. എല്ലാ സംസ്ഥാനങ്ങളും കൂടിയവൻ അലകും പിടിയും പോയാലോ? ഇവരുടെയും വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ അതാത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ടാക്സ്, ആ ടാക്സിൽ നിന്നുള്ള ഒരു വിഹിതം, അതാണ് ചോദിക്കുന്നത്. പക്ഷെ എന്തായാലും നദ്ദയോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. കാര്യം ഇനി കാത്തിരിക്കണ്ടല്ലോ, ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയോ വെച്ച് എന്തോ അപകടത്തിൽ
തൻ്റെ ഭർത്താവ് പിന്നെ വന്നിട്ടില്ല. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 25ാമത്തെ വർഷമായപ്പോഴാണ് മഞ്ഞുപാളികളുടെ ഇടയിൽ നിന്ന് ഇനിയും ദ്രവിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ശവം കണ്ടെടുക്കുന്നത്. പക്ഷേ 25 വർഷം കഴിഞ്ഞു. 25 വയസ്സുള്ള ആ സ്ത്രീയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് അവർക്ക് 50 വയസ്സായി. അപ്പോൾ ഒരു അയ്യോ നിലവിളിക്കാൻ നിന്നില്ല. ഈശ്വര, ഇനി സമാധാനമായിട്ട് ഉറങ്ങാലോ, അദ്ദേഹം തിരിച്ചു വരില്ല എന്ന് ഉറപ്പായല്ലോ, മരിച്ചു എന്ന് ഉറപ്പായല്ലോ, എവിടെയും കിടന്ന് തെണ്ടിത്തിരിയല്ല, കഷ്ടപ്പെടുകയല്ല, യാചനായിട്ട് നടക്കില്ല എന്ന് ഉറപ്പായല്ലോ എന്ന് പറയുന്ന പോലെ ഒരു കാര്യം ഉറപ്പായി. എയിംസ് കേരളത്തിന് നക്കാം. ആ ചെമ്പുകോഴിയെ പിടിച്ചിട്ട് 2 വെച്ച് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? തൃശ്ശൂർക്കാരെ നിങ്ങൾ വലിയ വലിയ നട്ടൻ്റെ ഉടമകളൊക്കെയല്ലേ നിങ്ങൾ? സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ആളുകളല്ലേ? 2 വെച്ച് കൊടുക്കാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ പറ്റുമോ? ഇനി അതും വേണ്ട, അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് പ്ലീസ് ഇവിടേക്ക് വരരുത് എന്ന് പറയാനെങ്കിൽ അവിടെ ആർക്കെങ്കിലും പറ്റുമോ? അത്രയും വൃത്തികേടല്ലേ കാണിച്ചത്? ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി എയിംസ് കൊണ്ടുവരും, ഞാൻ ജയിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പെട്ടിയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എയിംസ്, അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരേ വേണ്ടൂ എന്ന് പറഞ്ഞ് നടന്നവനല്ലേ?